ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് എഡ്സെൻസ് സ്റ്റൻസ എന്ന പെർഫ്യൂമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സോ ഈ സ്റ്റൻസ നമ്മുടെ എഡ്സെൻസിൽ റീസെന്റ് വന്ന പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്. എഡ്സെൻസിൽ ഓൾറെഡി 3 പെർഫ്യൂംസ് ആണുള്ളത്. ഒരെണ്ണം സ്റ്റൻസ, ഒരെണ്ണം ഇമാജിൻ, പിന്നെ ഒരെണ്ണം ഇരിക്കണേ ടിയാന. സോ ഇത് 3ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇതിനെ കുറിച്ച് കുറച്ച് ഹിന്റുകൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. സോ ഇത് 50 ml ആണ്. ഇത് 50 ml 8 ml ആണ് ഈ പെർഫ്യൂം വരുന്നത്. 8 ml ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ ജനുവരിയിൽ എന്നൊക്കെ പറഞ്ഞു, ശൈലമനത്തിന് സാധനം നമുക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റൻസ. ജ്യൂസ് ഒക്കെ നല്ല അടിപൊളി കളറില്. ഓക്കെ, സോ അറ്റോമൈസർ നല്ലത് തന്നെയാണ്. ഇതിന്റെ ഫ്രാഗ്രൻസ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി നോട്ട്സും അതിന്റെ കൂടെ തന്നെ സ്വീറ്റ് ഫ്രാഗ്രൻസും, ഇത് രണ്ടും കൂടിയാണ് ഇതിലുള്ളത്. ഒരു കോമ്പിനേഷൻ ആണ്. ചെറുതായിട്ട് എവിടേക്കോ ഒരു കോക്കനട്ട് പോലത്തെ ഒരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്. അത് പക്ഷെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലൈഡ് ആയിട്ടാണ്. സോ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്കൊരു പീച്ചിന്റെയും അതുപോലെ തന്നെ കുറച്ച് ബെറീസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഞാൻ പറഞ്ഞ ഒരു കോക്കനട്ട് ഹിന്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറുതായിട്ട് ഒരു സ്വീറ്റ്നെസ് ആണ്. ഒരു സ്വീറ്റ്നെസ്സും അതിന്റെ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസും ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത്യാവശ്യം നല്ല സ്പ്രെഡ് ആകുന്ന രീതിയിലുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു വൈബ് ഉള്ളത്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2+ hours പ്രൊജക്റ്റ് ചെയ്യും. അവിടെ നമുക്കൊരു 5+ hours ഇതിന്റെ ലോഞ്ചിവിറ്റി ഉണ്ട്. അപ്പോൾ തിരക്കിടില്ലാതെ ഒരു ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഞാൻ വലിയ ഒരു ഫാൾട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഇത് ഇതിന്റെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ യെല്ലോ ഡയമണ്ടിന്റെ ഇൻസ്പയർഡ് ആണെന്ന് ഞാൻ മാറി പറഞ്ഞായിരുന്നു. പക്ഷെ ആക്ച്വലി ഇതാണ് ഇതിന്റെ ഒറിജിനൽ വരുന്നത്. ഓക്കെ, ടൈലർ സ്വിഫ്റ്റിന്റെ വണ്ടർ സ്ട്രക്ക് അതിന്റെ ഇൻസ്പയർഡ് ആണത്. അത് ഞാൻ അന്ന് വേറെന്തോ ശ്രദ്ധിക്കാതെ വേറെന്തോ ഒരു രീതിയിൽ പറഞ്ഞു പോയതാണ്. ചില വീഡിയോസിലേക്ക് അങ്ങനെ ഫാൾട്ട് പറ്റാറുണ്ട്. ഞാൻ ഈ റീസെന്റ് ഈ വാണ്ടഡിന്റെ വീഡിയോയില് ഞാൻ വാണ്ടഡ് ബൈ നൈറ്റിൻ്റെതാണെന്ന് ആദ്യം 2-3 തവണ പറയുന്നുണ്ട്. പിന്നെയാണ് അത് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയുന്നത്. ചില സമയത്ത് ചെറിയ ഫാൾട്ടുകൾ പറ്റിപ്പോയതാണ്. അപ്പൊ എന്തായാലും ക്ഷമിക്കുക. ഇത് സ്റ്റൻസ എന്നുള്ളത് വണ്ടർ സ്ട്രക്ക് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. സോ അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഇതൊരു ഫ്രൂട്ടി നോട്ട്സ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത്യാവശ്യം പെർഫോമൻസും തരുന്നത് തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.